CM ജോയി നേരത്തെ പേടിപ്പെടുത്തുന്നൊരു കണക്ക് 5250 ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത്. നിരന്തരം ഇങ്ങനെ ചെറുതും വലുതുമായ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഒക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നൊരു സംശയമാണ്. പക്ഷേ അതിപ്പോൾ തുടർക്കഥയായിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നിത്യജീവിതത്തിൻ്റെ ഭാഗമായി ഇത് കൂടെ കാണും എന്നുള്ളൊരവസ്ഥ. അതിനെ ചെറുക്കാൻ അല്ലെങ്കിൽ അതിന് ഭരണ സംവിധാനങ്ങൾ ഇതുവരെ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത് നടക്കുന്നൊരു സത്യവും. എന്തുകൊണ്ടാണ് ഈ ഞാൻ ചോദിക്കുന്നത്, ഈ വികസനത്തിൻ്റെ പേരിൽ നടക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾ കൊണ്ടാണ് ഈ മണ്ണിന് ഉറപ്പില്ലാത്ത ഒരു മേഖലയാണ് ആ ഒരു പശ്ചിമഘട്ട മലനിരകളുടെ ആ ഒരു മേഖല എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. ഈ നിർമ്മാണ പ്രവർത്തനങ്ങളൊപ്പം തന്നെ ഈ മരം വെച്ച് പിടിപ്പിക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റിയിട്ട് ഉണ്ടാകുന്ന നിർമ്മാണ പ്രവൃത്തികൾ അതൊക്കെയാണോ ഈ ലാൻഡ് സ്ലൈഡിനൊക്കെ ഇങ്ങനെ കാരണമാകുന്നത്? കാരണം ഒരു മലയപ്പാടെ വന്നുകൊണ്ട് 2 ഗ്രാമങ്ങളെ തകർത്തെറിഞ്ഞ് ഞങ്ങൾ കൊണ്ടുപോവുകയായിരുന്നല്ലോ. അത് മാത്രമല്ല, അത് ഒന്ന് ഈ ലാൻഡ് സ്ലൈഡ് ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ള ഒരു ഫാക്ടർ മാത്രമേ ഉള്ളൂ. ലാൻഡ് സ്ലൈഡിന് അപ്പോൾ ഒരു മരം മുറിച്ചത് കൊണ്ടോ ഒന്നും മാത്രമല്ല. കാരണം നമുക്കറിയാം പണ്ട് കാലത്തും പിന്നെ വലിയ ഘോരമായ ഫോറസ്റ്റിലും വന പ്രദേശങ്ങളിലൊക്കെ ഉരുൾപൊട്ടലുണ്ടായിട്ടുണ്ട്. പക്ഷേ അതല്ല മെയിനായിട്ടുള്ള പ്രശ്നം, നമ്മുടെ സമീപനമാണ്. ഈ ഇത്തരത്തിലുള്ള പരിസ്ഥിതി ലോല പ്രദേശങ്ങളോടുള്ള നമ്മുടെ സമീപനങ്ങൾ. ഇപ്പം മനുഷ്യൻ അതുപോലെ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ്, എത്ര ആളുകളെ വന്യമൃഗങ്ങൾ കൊന്നു കഴിഞ്ഞു. ഈ ആനയെയും അല്ലെങ്കിൽ അത് പിന്നെ മനുഷ്യനെ ഉപദ്രവിക്കുന്ന മൃഗങ്ങളെയും കൈകാര്യം ചെയ്യാനായിട്ട് ഒരുപാട് ശാസ്ത്രീയ വഴികൾ ലോകത്തുണ്ട്. അതൊന്നും നമ്മൾ കൈകാര്യം ചെയ്യുന്നില്ല. ചില ഓരോ ജീവികളും, നമ്മൾ ഉപദ്രവിക്കുന്ന ഓരോ ജീവികളെയും കണക്കിലെടുത്തുകൊണ്ട് ആ ജീവികളെ നിയന്ത്രിക്കാനായിട്ടും ആ ജീവികളെ അകറ്റി നിർത്താനായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള വഴികളുണ്ട്. ശബ്ദം പുറപ്പെടുവിക്കുന്ന, നിഴലുണ്ടാക്കുന്ന, ഭീതിപ്പെടുത്തുന്ന, ഇപ്പോൾ ആനയെ തന്നെ ഭീതിപ്പെടുത്തുന്ന അത്തരത്തിൽ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് എന്താ? എന്നാ അരിക്കൊമ്പൻ അതിനെ കൊണ്ടുപോയി വേറൊരു സ്ഥലത്ത് അരിക്കൊമ്പൻ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും തിരിച്ചു വരും. അത് തിരിച്ചു വരും. സർ, നമ്മൾ ആകെ ഇങ്ങനെ കേട്ടിട്ടുള്ളത് ഈ മനുഷ്യ വന്യജീവി സംഘർഷവും നേരത്തെ പറഞ്ഞില്ലേ, പ്രകൃതി ദുരന്തങ്ങൾ പോലെ ആവർത്തിക്കുന്ന സമയത്ത് ഈ ഫെൻസിങ് ആകെ കേട്ടിട്ടുള്ളത് അതാണ്. അതിനും അപ്പുറത്തേക്ക് അല്ലേ ഈ വന്യമൃഗങ്ങൾ ഇങ്ങോട്ടേക്ക് കടന്നു വരുന്നത് തടയാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് മാർഗങ്ങൾ ഉണ്ടെന്നാണല്ലോ താങ്കൾ പറഞ്ഞു വരുന്നത്. ഈ ഫെൻസിങ് എന്നൊക്കെ മാത്രം അതുപോലും ചെയ്യുന്നതുമില്ല വനം വകുപ്പ്. ഈ ഫെൻസിങ് തന്നെ ഇപ്പോൾ സോളാർ വേലികളുണ്ട്. അത് ചെയ്യുമ്പോൾ ആ സോളാർ വേലിയുടെ അടിഭാഗത്ത് 1 മീറ്ററോ 2 മീറ്ററോ അടിഭാഗം തുറന്നു വിട്ടിട്ട്, അല്ലെങ്കിൽ ആനയ്ക്ക് കടന്നു പോകാൻ പറ്റാത്ത തരത്തിൽ ആ ഹൈറ്റ് നോക്കി, അതാ പറഞ്ഞ അതിനൊക്കെ ഒരു ശാസ്ത്രീയ വഴികളുണ്ട്. അപ്പോൾ മറ്റുള്ള ജീവജാലങ്ങൾക്ക് അതിനടികൂടെ പോകാനായിട്ട് കുഴപ്പമില്ലാത്ത തരത്തിൽ. അതുപോലെ തന്നെ ശബ്ദം പുറപ്പെടുവിക്കുന്നു. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു 28 മെത്തേഡെങ്കിലും ഓരോ തരം വന്യജീവികളെ അകറ്റി നിർത്താൻ, വെടിവെച്ച് കൊല്ലാതെ അവയുടെ ഉള്ള അതുപോലെ നിയന്ത്രണം. അപ്പോൾ കാട്ടുപന്നിയെ നിയന്ത്രിക്കുന്ന അതിനുള്ള വഴികൾ, അതിൻ്റെ ഉൽപാദന ശേഷി കുറയ്ക്കാനുള്ള വഴികൾ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ മനുഷ്യൻ ഇവിടെ ഉണ്ടാകുന്നത് അതാണ്. നമ്മൾ എപ്പോഴും ഏറ്റവും പെട്ടെന്ന് ചെയ്യാവുന്നത് എന്താ? വെടിവെച്ച് കൊല്ല. അതാണ് നമ്മൾ ആദ്യം കണ്ടെത്തുന്ന വഴി. അതല്ല, ഇവിടെ ശാസ്ത്രം വളർന്നിട്ടുണ്ട്, ഒരുപാട് വഴികളുണ്ട്. ഇപ്പോൾ നമുക്കറിയാലോ, നമുക്ക് ഇപ്പോൾ 2018 കേരളത്തിലെ പ്രളയമുണ്ടായതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാ ഡാമുകളും 19 ഡാമുകൾ ഒരുമിച്ച് തുറന്നു വിട്ടതാണ്. ഇത് തുറന്നു വിടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പറയുന്നുണ്ട്, ഇത് ഓരോന്ന് ഈ മഴയ്ക്ക് ഇത്രയും പറയുന്നുണ്ട്, അതുകൊണ്ട് മുമ്പേ തുറന്നു വിടണം. ആ തുറന്നു വിടുന്ന ദിവസം വേലിയേറ്റ ദിവസമായിരുന്നു. ഈ ഡാം തുറന്നു വിട്ടത് വേലിയേറ്റമാണ്. കടലോ കായലോ വെള്ളം എടുക്കാതെ വെള്ളം ഇങ്ങോട്ട് തള്ളുന്ന സമയത്ത് ഇത് തുറന്നു വിട്ടപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മൾ പ്രളയത്തിൻ്റെ ഇതിൽ ചെന്നുപെടേണ്ടി വന്നു. ഇപ്പോഴും വാട്ടർ ഫ്രണ്ടേജ് ഫ്ലാറ്റുകൾക്ക് അനുമതി കൊടുക്കുകയാണ്. ഈ വാട്ടർ ഫ്രണ്ടേജ് ഫ്ലാറ്റ് എന്ന് പറയുന്നത് കായലിൻ്റെയും കടലിൻ്റെയും അതുപോലെ തന്നെ പുഴകളുടെയും തീരത്തുണ്ടാക്കുന്ന ഫ്ലാറ്റുകളാണ്. അതിനൊരു 100 മീറ്ററോ 200 മീറ്ററോ അകന്ന് മാത്രമേ, കാരണം ഈ കായലിൻ്റെ തീരം എന്ന് പറയുന്നത് അതിൻ്റെ ഫ്ലഡ് പ്ലെയിനാണ്. അവിടെ ഒരു പ്രളയം വരുമ്പോൾ വെള്ളം കയറി കിടക്കാനാണ്.
നമ്മളിപ്പോഴും നമുക്കറിയാം നമ്മുടെ തണ്ണീർത്തടങ്ങളൊക്കെ നികത്തുമ്പോൾ നമ്മൾ ഇനിയും പ്രളയത്തിലേക്കാണ് പോകുന്നത്. ഈ വെള്ളം വന്ന് കയറി കിടക്കാനായിട്ട് ഇത്രയേറെ വെള്ളം മലവെള്ളപ്പാച്ചിലായിട്ട് വരുമ്പോൾ അത് കിടക്കാനുള്ള സംവിധാനങ്ങളാണ് നമ്മുടെ തണ്ണീർത്തടങ്ങൾ എന്ന് പറയുന്നത്. ഈ തണ്ണീർത്തടങ്ങൾ മുഴുവനും നമ്മൾ നികത്താണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ സിൽവർ ലൈൻ പദ്ധതി വരുമ്പോൾ ഇനി ഉണ്ടാകാൻ പോകുന്നത് ബാക്കിയുള്ള തണ്ണീർത്തടങ്ങൾ പോലും നമ്മൾ നികത്തി അല്ലെങ്കിൽ അത് റിക്ലെയിം ചെയ്തെടുക്കുന്ന ഒരവസ്ഥയിൽ വരികയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് ഇപ്പോൾ. അതുപോലെ പാടശേഖരങ്ങൾ നികത്തി നമ്മൾ കഴിഞ്ഞ തവണത്തെ പ്രളയത്തിൽ കണ്ടതാണ്. പാടശേഖരം നികത്തി റോഡ് ഉണ്ടാക്കുന്നു. ആ റോഡ് ഉണ്ടാക്കുമ്പോൾ ഒരു സ്ഥലത്ത് പെയ്യുന്ന മഴ, ഒരു സ്ഥലത്ത് നിന്ന് ഒലിച്ചു വരുന്ന മഴ അതിൻ്റെ അടുത്ത വശത്തേക്ക് പോകാനുള്ള കൾവർട്ടുകളില്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് കടക്കാനുള്ള വഴികളില്ല. അപ്പൊ എന്താവും, എല്ലാ വെള്ളം കൂടി ഒരു പാലത്തിൻ്റെ അടുത്ത് വരും. ആ പാലം അടക്കം റോഡ് അടക്കം ഒലിച്ചു പോകുന്നത് നമ്മൾ കാണാണ്. ഇപ്പൊ കൊച്ചിയിലെ കാര്യം എടുത്ത് നോക്കി, എത്രയോ കാലമായിട്ട് നടക്കുന്ന വെള്ളക്കെട്ടാണ്. ഒരു പ്ലാനിങ് ഇല്ലാതെയാണ് ഇപ്പോഴും നമ്മൾ കാനകൾ ഉണ്ടാക്കുന്നത്. ഒരു പ്രദേശത്തിന്റെ ചെരുവല്ലേ നമ്മൾ നോക്കേണ്ടത്, അല്ലാതെ ഒരു വാർഡിന്റെ ചെരുവല്ലല്ലോ, ഒരു കൗൺസിലിന്റെ ഒരു ചെറിയ വാർഡിന്റെ ചെരുവല്ല. ഇതിന് പകരം നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്താ, ഓരോ കൗൺസിലർമാർക്കും പണം കൊടുത്ത് അവരുടെ കാനകൾ നിർമ്മിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെയല്ല, ഇതൊക്കെ കോമൺ ആയിട്ട് 80 കൗൺസിൽ ഉണ്ടെങ്കിൽ 80 വാർഡുകളുണ്ടെങ്കിൽ 80 വാർഡുകളിൽ മൊത്തം ചെരിവ് കണക്കാക്കിയിട്ടാണ് നമ്മൾ ഓടകളും കാനകളും വെള്ളം പോകാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടത്. കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഒരു കായൽ തൊട്ടടുത്തുണ്ട്. ഈ കായൽ എത്ര വെള്ളം വന്നാലും സ്വീകരിക്കാൻ തയ്യാറാണ്. പക്ഷേ നമ്മുടെ എഞ്ചിനീയർമാർക്ക് അറിയില്ല, ഇവിടെ പ്രളയം ഉണ്ടാക്കാതെ ഇവിടുത്തെ MG റോഡോ അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനുകളോ മുങ്ങാതിരിക്കാനുള്ള തരത്തിൽ വെള്ളം ഒഴുക്കാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ എഞ്ചിനീയർമാർക്ക് അറിയില്ല എന്നുള്ളതാണ് ദുഃഖകരമായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ജനങ്ങളിലെ നന്മയ്ക്ക് വേണ്ടി. അവിടെ അഴിമതി പാടില്ല, അവിടെ നമ്മുടെ പാർട്ടിയാണ് അതിനുവേണ്ടി ഉപയോഗിക്കാം എന്നുള്ള തരത്തിൽ പാടില്ല. പക്ഷേ നിയമങ്ങളായിട്ട് തന്നെ നടപ്പാക്കാൻ സാധിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കണം, മൂന്നാറിലെ കയ്യേറ്റവും അതുപോലെ തന്നെ വയനാട്ടിലെ കയ്യേറ്റവും കേരളത്തിലെ കയ്യേറ്റങ്ങളെ കുറിച്ച് 15ഓ 18ഓ റിപ്പോർട്ടുകളുണ്ട്. കഴിഞ്ഞ ദിവസം വളരെ രൂക്ഷമായിട്ടാണ് ഹൈക്കോടതി മൂന്നാറിലെ കയ്യേറ്റങ്ങളെ കുറിച്ച് പറഞ്ഞത്. ഇതൊന്നും പറ്റില്ലെങ്കിൽ ഇറങ്ങിപ്പോകണം എന്ന തരത്തിൽ സൂചിപ്പിക്കുന്ന തരത്തിലാണ് പറഞ്ഞത്. കാരണം അത്രയേറെ മാനക്കേടാണ്. ഒരു സർക്കാരുണ്ടായിട്ട് ഇത്രയേറെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ കാരണം നമുക്കറിയാം എന്തുകൊണ്ടാണ് നമ്മൾ കയ്യേറ്റങ്ങൾ കാരണം ഈ കയ്യേറി അവിടെ ഉണ്ടാക്കാൻ പോകുന്ന റിസോർട്ടാണ്. ആ റിസോർട്ട് ഉണ്ടാക്കാനുള്ള പാറ പൊട്ടിക്കുന്നത് അവിടുന്ന് തന്നെയാണ്. അതിനുവേണ്ട മണ്ണെടുക്കാൻ പോകുന്നത് അവിടുന്നാണ്. ഇതൊക്കെ പരിസ്ഥിതി ലോല പ്രദേശത്താണ് ചെയ്യുന്നത് എന്നുകൂടി മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ അതിൽ നിയന്ത്രണം വേണം എന്ന് നമുക്ക് പറയാൻ തോന്നുന്നത്.